നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണർവ് നിലച്ച് റബ്ബർ. ഗാട്ടിമലയിലെ ഏലക്ക വിളവ് കുത്തനെ കുറഞ്ഞു. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഫണ്ടുകൾ റബ്ബറിൽ നടത്തിയ ലാഭമെടുപ്പ് വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് വഴുതിയെങ്കിലും വ്യാപാരാന്ത്യം 400 യെന്നിലെ നിർണായക താങ്ങ് നിലനിർത്തിയത് ഉൽപ്പാദക രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിന് കർഷകർക്ക് താൽക്കാലിക ആശ്വാസം പകരും. കുരുമുളകിനെ തളർത്താൻ ഉത്തരേന്ത്യൻ ലോബി ചുവടുകൾ പലതും മാറ്റിച്ചവിട്ടിയിട്ടും കാർഷിക മേഖല സ്റ്റോക്ക് വിൽപ്പനയ്ക്ക് തയ്യാറായില്ല. നാളികേര ഉൽപ്പന്നങ്ങൾ തുടർച്ചയായ വില തകർച്ചയ്ക്ക് ശേഷം തിരിച്ചു വരവിന് ശ്രമം തുടങ്ങി. കാലവർഷത്തിൻ്റെ കടന്നുവരവ് കൊപ്രാക്കളങ്ങളെ നിർജീവമാക്കും. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര രംഗം മാസമധ്യം ദൃശ്യമായ കുതിച്ചു ചാഞ്ചാട്ടം കണ്ട് വലിയ പങ്കും നിക്ഷേപകരും ലാഭമെടുപ്പിലേക്ക് ചുവടുമാറ്റുന്നു. 8 മാസമായി തുടരുന്ന ബുൾ റാലി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നതായുള്ള സൂചനകൾ വിപണിയുടെ സാങ്കേതിക വശങ്ങളിൽ തെളിയുന്നത് തിരുത്തലിന് ഇടയാക്കാം. ഒസാക്കയിൽ റബ്ബർ കിലോ 430 യെൻ വരെ നേരത്തെ ഉയർന്നിരുന്നെങ്കിലും ആ റേഞ്ചിലേക്ക് തിരിച്ചുവരവിന് പിന്നിട്ട വാരം റബ്ബറിനായില്ല. കഴിഞ്ഞ വാരം റബ്ബർ 413 യെന്നിൽ നിന്നും 401 ഇടിഞ്ഞെങ്കിലും താഴ്ന്ന റേഞ്ചിലെ ഷോർട്ട് കവറിങ്ങിൽ അല്പം ഉയർന്നു. വാരാന്ത്യം 406 യെന്നിലാണ്. ഇതിനിടയിൽ തായ്ലൻഡിലെ പല ഭാഗങ്ങളിലും മഴ അല്പം കുറഞ്ഞത് റബ്ബർ ടാപ്പിങ്ങിന് അവസരം ഒരുക്കുമെന്ന നിഗമനത്തിലാണ് വ്യവസായികൾ. കാലാവസ്ഥ തെളിഞ്ഞാൽ ഉൽപ്പാദകർ തോട്ടങ്ങളിൽ പിടിമുറുക്കുന്നതോടെ ഷീറ്റ് ലഭ്യത ഉയരുമെന്ന കണക്കുകൂട്ടലിലാണ് ചൈന അടക്കമുള്ള ഇറക്കുമതി രാജ്യങ്ങൾ. ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 279 രൂപയിലാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ വരവ് കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ പകരും. പുതിയ സാഹചര്യത്തിൽ ടാപ്പിങ്ങിന് അവസരം കണ്ടെത്താൻ റെയിൻ ഗാർഡ് ഒരുക്കുന്ന തിരക്കിലാണ് ഉൽപ്പാദകർ. ടയർ നിർമ്മാതാക്കൾ RSS 4 ഗ്രേഡ് റബ്ബർ വില 263 രൂപയിൽ നിന്നും വാരാവസാനം 249 ഇടിച്ചു. വിലയിടിവിന് ഇടയിലും റബ്ബറിന് വിൽപ്പനക്കാരില്ലെന്ന് വ്യാപാര രംഗം. 5 ഗ്രേഡ് 259 രൂപയിൽ നിന്നും 245 രൂപയായി. ഇന്ത്യൻ ഏലം മികവിൽ. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഏലം മികവിലാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കിടയിൽ ഗാട്ടിമലയിൽ വിളവ് കുത്തനെ കുറഞ്ഞത് നമ്മുടെ ഏലത്തിന് പിന്നിട്ട മാസങ്ങളിൽ ഡിമാൻഡ് ശക്തമാക്കി. കീടബാധകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും നിമിത്തം ഗാട്ടിമലയിൽ കഴിഞ്ഞ സീസണിൽ ഉൽപ്പാദനം 50% കുറഞ്ഞു. സ്ഥിതിഗതികളിൽ മാറ്റത്തിന് സമയമെടുക്കുമെന്നത് ഇന്ത്യൻ ചരക്കിന് ആവശ്യം ഉയർത്താം. ഉത്തരേന്ത്യൻ ഉത്സവ സീസൺ മുന്നിൽ കണ്ടുള്ള വാങ്ങലുകൾക്ക് തുടക്കം കുറിക്കുന്നതോടെ വ്യാപാര രംഗം സജീവമാക്കുന്നത് വില വീണ്ടും ഉയർത്താം. ആഭ്യന്തര ആവശ്യം വർദ്ധിക്കുന്നതിനിടയിൽ വിദേശ ബയ്യർമാരും രംഗത്ത് ഇടം പിടിച്ചാൽ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഏലക്ക വില ആകർഷകമാകും. കുരുമുളക് വരവ് കുറവ്. അന്തർ സംസ്ഥാന വ്യാപാരികൾക്ക് വൻതോതിൽ കുരുമുളക് ആവശ്യമെങ്കിലും ഡിമാൻഡിന് അനുസൃതമായി ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നില്ല. വൻകിട കർഷകരും തോട്ടങ്ങളും ഉയർന്ന വില പ്രതീക്ഷിച്ച് മുളക് പിടിക്കുന്നത് ഉത്തരേന്ത്യൻ വ്യവസായികളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിലോ 702 രൂപയിലും ഗാർബിൾഡ് 722 രൂപയിലുമാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ മലബാർ മുളക് വില ടണ്ണിന് $7,600. നാളികേരത്തിൽ പ്രതീക്ഷ. തമിഴ്നാട്ടിൽ നാളികേര ഉൽപ്പന്നങ്ങൾ തുടർച്ചയായ വിലയിടിവിന് ശേഷം നേരിയ ഉണർവിൽ. വൻകിട മില്ലുകാർ കൊപ്ര ശേഖരിക്കാൻ രംഗത്തെത്തിയതോടെ നിരക്ക് ക്വിൻ്റലിന് 13,600 കയറി. എന്നാൽ എണ്ണ വിലയിൽ മാറ്റമില്ല. കൊച്ചിയിൽ എണ്ണവില 24,500 രൂപയിലും കൊപ്ര 14,600 രൂപയിലുമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.